വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ ജേർണൽ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. സോ നമുക്ക് ഇനി ഒട്ടും സമയം വൈകിക്കേണ്ട, വേഗം വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് മെഡിക്കൽ സഫിക്സസിന്റെ ഒരു സെറ്റ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു സെറ്റ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ബാക്കി സഫിക്സസുകളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തോടെ നമ്മൾ സഫിക്സസ് ഫുൾ പഠിക്കും. വിഷമിക്കേണ്ട, കുറെ ഒന്നുമല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. സോ ഇന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സഫിക്സ് ആണ് ഐറ്റിസ്. ITIS. ഐറ്റിസ് എന്ന സഫിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ എന്ന് എല്ലാവർക്കും അറിയാലോ. ഇൻഫ്ലമേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ഫ്ലൂയിഡ് അക്യുമുലേഷനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. സോ ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ. ഫോർ എക്സാമ്പിൾ അപ്പൻഡിസൈറ്റിസ്, അതല്ലാന്നുണ്ടെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ട് ടോൺസിലൈറ്റിസ്. അപ്പൊ ടോൺസിലൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു പാർട്ടാണ് ടോൺസിൽസ്. ടോൺസിൽ ഐറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും ടോൺസിൽസിന്റെ ഇൻഫ്ലമേഷൻ. അപ്പൊ അതാണ് വളരെ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ടോൺസിലൈറ്റിസ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പാരസിസ്. PARESIS. പാരസിസ് മീൻസ് വീക്ക്നെസ്. ഓക്കെ, വീക്ക്നെസ് അതറിയാലോ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും പ്ലീജിയ. പ്ലീജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരലൈസിസ്. പാരലൈസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി സെൻസേഷൻ നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ പാരലൈസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്ലീജിയ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹെമിപ്ലീജിയ, പാരാപ്ലീജിയ. ഹെമിപ്ലീജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയുടെ ഒരു ഹാഫ് പോർഷൻ പാരലൈസ്ഡ് ആയി പോകുന്നതിനാണ് ഹെമിപ്ലീജിയ. അപ്പം പ്ലീജിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പാരലൈസിസ്. നെക്സ്റ്റ് എഡിമ. EDEMA. ഓക്കെ, എഡിമ മീൻസ് സ്വെല്ലിംഗ്. സ്വെല്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കൈ എവിടെയെങ്കിലും ഇടിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു മുറിവ് പറ്റുന്നു, അപ്പൊ അതിന്റെ ചുറ്റും ഒന്നില്ലെങ്കിൽ തടിച്ചു വരും. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നമ്മുടെ കൈയൊക്കെ ഇടിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് വേദനിച്ച് ഒന്ന് തടിച്ചു വരില്ലേ, ഒരു എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ആ ഒരു തടിച്ചു വരുന്ന ആ ഒരു ഇതായിട്ട് വരുന്നതിനെയാണ് നമ്മൾ സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആൽജിയ. ALGIA. ആൽജിയ മീൻസ് പെയിൻ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മയാൽജിയ ഓർ മയാൽജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മള് മയോ എന്നെന്താന്ന് പഠിച്ചു, മസിൽ. ഓക്കെ, അപ്പം മയാൽജിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ പെയിൻ. സോ ആൽജിയ മീൻസ് പെയിൻ. നെക്സ്റ്റ് വൺ സ്പാസം. സ്പാസം മീൻസ് മസിൽ കോൺട്രാക്ഷൻ. മസിൽസിൽ വരുന്ന കോൺട്രാക്ഷനെയാണ് സ്പാസം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റേജിയ. റേജിയ മീൻസ് എക്സസീവ് ഫ്ലോ. അതായത് ഫോർ എക്സാമ്പിൾ ഹെമറേജ്. നമ്മൾ ഹീം എന്താന്ന് നമ്മൾ പഠിച്ചു, ബ്ലഡ്. അതായത് നമ്മൾ പ്രിഫിക്സസിൽ ഹീം എന്താന്ന് പഠിച്ചായിരുന്നു. അതായത് ഹീം മീൻസ് ബ്ലഡ്. ഇനി അപ്പൊ ഹെമറേജിയ അതൊരു എക്സാമ്പിൾ ആണ് റേജിയന്റെ. അപ്പോ ഹെമറേജിയ മീൻസ് റേജിയ മീൻസ് എക്സസീവ് ഫ്ലോ, ഹീം മീൻസ് ബ്ലഡ്. സോ ബ്ലഡിന്റെ എക്സസീവ് ഫ്ലോനെയാണ് നമ്മൾ ഹെമറേജിയ എന്ന് പറയാ. അപ്പോ റേജിയ മീൻസ് എക്സസീവ് ഫ്ലോ. അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യത്തെ സെറ്റിൽ പഠിക്കുന്നത് ഐറ്റിസ്, ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് പാരസിസ്, ദാറ്റ് ഇസ് വീക്ക്നെസ്. പ്ലീജിയ മീൻസ് പാരലൈസിസ്. എഡിമ മീൻസ് സ്വെല്ലിംഗ്. ആൽജിയ മീൻസ് പെയിൻ. Spasm means muscle contraction. Regia means excessive flow or discharge. Okay, അടുത്ത സെറ്റ് ആണ്. ഫസ്റ്റ് വൺ മെഗാലി. MEGALY. മെഗാലി മീൻസ് enlargement. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർഡിയോമെഗാലി. കാർഡിയോ നമ്മൾ പ്രിഫിക്സസിൽ പഠിച്ചു. കാർഡിയോ മീൻസ് ഹാർട്ട്. സോ കാർഡിയോമെഗാലി മീൻസ് enlargement of heart. Okay, next is കൺസ്ട്രക്ഷൻ. ഓക്കെ, കൺസ്ട്രക്ഷൻ മീൻസ് നാരോയിങ്, അതായത് ചെറുതാവുന്നത്. ഓക്കെ, നാരോ വളരെ ഇങ്ങനെ കൂടി വരിക എന്ന് പറയില്ല, നമ്മൾ ചെറുതാവാന്ന് പറയില്ല, അതാണ് നാരോയിങ്. ദാറ്റ് മീൻസ് കൺസ്ട്രക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡൈലേഷൻ. ഡൈലേഷൻ മീൻസ് എക്സ്പാൻഡിങ്. ഇത് എന്താണ്, നമുക്ക് ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയില്ല. ഇപ്പൊ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നാരോയിങ്, ഡൈലേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പാൻഡിങ്. ഇനി ഡൈലേഷന്റെ അതേ അർത്ഥം വരുന്ന വേറൊരു വാക്കാണ് യൂറിസം. ഓക്കെ, EURYSM. Eurism means widening. That same like expanding. Okay. Next is genesis. GENESIS. Genesis means formation or production. For example, ഇപ്പൊ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് ന്യൂറോജെനസിസ്. Okay. So neurogenesis means formation or the production of neurons. Okay. ജെനസിസ് എവിടെ വന്നാലും നമ്മൾ ഓർത്തിരിക്കണം, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഫോർമേഷൻ ആണ്. ഈ ജെനസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വാക്കാണ്. Next is seal. CELE. That is hernia.
ഓക്കെ, ഹെർണിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് പുറത്തേക്ക് തള്ളി വരിക എന്നൊക്കെ പറയില്ല, അതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അതൊക്കെ വേറെ കണ്ടീഷൻ ആണ്, നമ്മൾ പഠിക്കാം, അതിന് വരും ക്ലാസ്സുകളൊക്കെ പഠിക്കുന്നതായിരിക്കും. ഇനി ഇസം, ISM, ദാറ്റ് ഇസ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം. അപ്പൊ അതൊക്കെ നമ്മൾ ഓരോ ഡിസീസ് കണ്ടീഷനാണ്. അപ്പം എപ്പം നമ്മൾ ഡിസീസ് കണ്ടീഷൻ പറഞ്ഞാലും അതിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ISM, ഈ ഒരു ഇസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും. അതിനാണ് നമ്മൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ മെഗാലി മീൻസ് എൻലാർജ്മെന്റ്, കൺസ്ട്രക്ഷൻ മീൻസ് നാരോയിങ്, ഡൈലേഷൻ മീൻസ് എക്സ്പാൻഡിങ്, യൂറിസം മീൻസ് വൈഡനിങ്, ജെനസിസ് മീൻസ് ഫോർമേഷൻ ഓർ പ്രൊഡക്ഷൻ, സീൽ മീൻസ് ഹെർണിയ ആൻഡ് ഇസം മീൻസ് കണ്ടീഷൻ. ഇനി നമ്മൾ ലാസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽ സഫിക്സസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓളജി, OLOGY. ഓളജി മീൻസ് സ്റ്റഡി ഓഫ്. ഇപ്പം ഫോർ എക്സാമ്പിൾ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി. സൈക്കോളജി മീൻസ് നമ്മുടെ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, സ്റ്റഡി ഓഫ്. ഓക്കെ, മെന്റൽ കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് നമ്മൾ സൈക്കോളജി എന്ന് പറയുക. സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. സോ ഓളജി മീൻസ് സ്റ്റഡി ഓഫ്. OMA, that is tumor or cancer. Okay, next is PATHY, PATHY, disease. Okay, for example neuropathy. Neuropathy എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവിന്റെ ഡിസീസ്. ഓക്കെ, പിന്നെന്താ, ഓക്കെ അത് മതി. നെക്സ്റ്റ് ഇസ് പീനിയ. ഓക്കെ, PENIA, പീനിയ മീൻസ് ഡെഫിഷ്യൻസി, അതായത് കുറവ് വരിക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഈമിയ, EMIA, ദാറ്റ് ഇസ് ബ്ലഡ് കണ്ടീഷൻ. ഓക്കെ, ഏതെങ്കിലും വേർഡ് ഈമിയ വെച്ച് നിർത്തുവാണെങ്കിൽ അതിനർത്ഥം ബ്ലഡിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ഗ്ലൈസീമിയ, ഹൈപ്പർ മഗ്നീഷീമിയ. ഹൈപ്പർ മഗ്നീഷീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹൈപ്പർ മീൻസ് എന്താണ്, ഇൻക്രീസ്ഡ്. ഓക്കെ, മഗ്നീഷ്യമ, മഗ്നീഷ്യം ഇൻ ദ ബ്ലഡ്, അപ്പൊ ഇൻക്രീസ്ഡ് മഗ്നീഷ്യം ലെവൽ ഇൻ ദ ബ്ലഡ്. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ, അതായത് ഹൈപ്പോഗ്ലൈസീമിയ അതായത് ലെസ്, ഹൈപ്പോ മീൻസ് ലെസ്, ഗ്ലൈസീമിയ മീൻസ് ലെസ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ ദ ബ്ലഡ്. നെക്സ്റ്റ് ഇസ് അനീമിയ. ഓക്കെ, ബ്ലഡിന്റെ അളവ് കുറയുന്നത്, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത്. ഓക്കെ, അതൊക്കെ ഒരു കണ്ടീഷനൊക്കെ നമ്മൾ പഠിക്കും. സോ ഇത്രയാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന സഫിക്സസ്. ഓളജി മീൻസ് സ്റ്റഡി ഓഫ്, ഓമ മീൻസ് ട്യൂമർ, പതി മീൻസ് ഡിസീസ്, പീനിയ മീൻസ് ഡെഫിഷ്യൻസി ആൻഡ് ഈമിയ മീൻസ് ബ്ലഡ് കണ്ടീഷൻ. സോ നമ്മള് ഇത്രയും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ക്ലാസ്സിൽ ഇത്രയും സെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് കുറച്ച് മെഡിക്കൽ പ്രിഫിക്സസ് പഠിച്ചു, മെഡിക്കൽ സഫിക്സസ് പഠിച്ചു. പിന്നെ നമ്മൾ നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള ചെറിയ ഡെഫിനേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത് എല്ലാം പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്ലാസ് എടുത്താലും തീരില്ല. അത്രയും ഒത്തിരി സഫിക്സസ്, ഒത്തിരി പ്രിഫിക്സസ്, ഒത്തിരി ടേംസുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് വളരെ ബേസിക് ആയിട്ട് നമ്മൾ നഴ്സിംഗിലേക്ക് കയറുന്നതിന് മുന്നേ നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഇപ്പൊ പഠിക്കുന്നുള്ളൂ. നമ്മൾ ഓരോ ക്ലാസ്സസ് ആയിട്ട് തുടങ്ങി വരുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇതൊക്കെ മറക്കാണ്ടൊന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ഇതെല്ലാം യൂസ്ഫുൾ. അപ്പൊ നിങ്ങൾ കയറുമ്പോൾ തന്നെ ഇതൊക്കെ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സിംഗ് പഠിക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, വളരെ ഈസി ആയിരിക്കും ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലെല്ലാം മെഡിക്കൽ ടേംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസിനെ കുറിച്ചിട്ടും ഓരോ ഡിസീസ് കണ്ടീഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ആ വീഡിയോസ് എല്ലാം നിങ്ങൾ മറക്കാണ്ട് കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കമന്റ്സും ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി പേര് ചോദിക്കുന്ന ഏറ്റവും മോസ്റ്റ് കോമൺ ഡൗട്ട് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ നഴ്സിംഗ് പഠിക്കാൻ കയറുന്നതേ ഉള്ളൂ, അപ്പം ഈ ക്ലാസ് കാണുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ട് വല്ല ഉപകാരമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങള് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അല്ല, വേറെ യൂണിവേഴ്സിറ്റിയാണ്, അപ്പം ഈ ക്ലാസ് കൊണ്ട് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ആൻസർ യെസ് ആണ്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നഴ്സിംഗിലേക്ക് കയറുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കാരണം എനിക്കിതിങ്ങനെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് തപ്പി പോയിട്ടില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. +2 നിന്ന് പഠിച്ചതിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ് നമ്മൾ വേറെ ഏതൊരു കോഴ്സ് എടുത്താലും. അപ്പം കുറച്ചൊക്കെ ബേസിക് നോളജ് ഉള്ളത് നല്ലതാണ്. പിന്നെ യൂണിവേഴ്സിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. സോ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റുകളെല്ലാം എനിക്ക് വളരെ ഇൻസ്പിറേഷൻ ആണ്. സോ ദിസ് ഇസ് മീ ഹ്യൂമൻ ജോണ സൈനിങ് ഓഫ്.